وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين وأفضل الصلاة وأزكى السلام على سيدنا محمد أشرف الخلق أجمعين سيد المرسلين وخاتم النبيين وعلى آله وصحبه الفائزين. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFും സംയുക്തമായി ഒരുക്കുന്ന വിജ്ഞാന വിരുന്ന് അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ പഠന പരമ്പര അതിൻ്റെ 30ാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ 30ാം എപ്പിസോഡിലൂടെ നമ്മുടെ ഈ പഠന പരമ്പര പരിസമാപ്തി കുറിക്കുകയാണ്. ഖാദി അയ്യാൽ തങ്ങളവരുടെ കിതാബ് ഷിഫയിലൂടെയുള്ള ഒരു പഠന യാത്രയിലായിരുന്നു നമ്മൾ. ഈ സമാപന എപ്പിസോഡിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സലാം ചൊല്ലുന്നതും അതുപോലെ അവിടുത്തെ പരിശുദ്ധ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതും ഒക്കെയാണ് പരാമർശ വിഷയങ്ങൾ. ഫി ഹുക്മി സ്വലാത്തി അലൈഹി വത്തസ്ലീം വഫർളി ദാലിക വഫളീലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ സലാം ചൊല്ലുന്നതിൻ്റെയൊക്കെ ഹുക്മ്, അത് ഫർളാണെന്ന കാര്യം, അതിൻ്റെ ശ്രേഷ്ഠത, ഇതൊക്കെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലെ 56ാമത്തെ ആയത്തിലൂടെ പറയുന്നൊരു കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിരന്തരമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, നബിയുടെ പേരിൽ സ്വലാത്തും ചൊല്ലുക, സലാമും ചൊല്ലുക. ഇതാണ് സൂറത്തുൽ അഹ്സാബിലെ 56ാമത്തെ ആയത്ത്. ഇവിടെ ശ്രദ്ധേയമായൊരു വിഷയം, അല്ലാഹു തആല അവൻ്റെ ദീനിൽ ഒരുപാട് ഫറായിലും അഹ്കാമും ഒക്കെ നമുക്ക് ശറഅ് ചെയ്തിട്ടുണ്ട്. നിസ്കാരം അഫ്ദലുൽ അഅ്മാലിൽ ബദനിയ്യത്തി കുല്ലിഹ അസ്സലവാത്തുൽ ഖംസ്. അതുപോലെ തന്നെ റമളാൻ മാസം നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ അനിവാര്യമായ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചുമതലകളും ബാധ്യതകളും ഫറായിലുമാണ്. അതിനെക്കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞ ശൈലിയും, എന്നാൽ നമ്മൾ ഈ പറയുന്ന സ്വലാത്തുൻ അലൻ നബി, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കൽപ്പനയും വളരെ വ്യത്യസ്തമാണ്, ശ്രദ്ധേയമാണത്. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സത്യവിശ്വാസികൾക്ക് മേൽ സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ കർമ്മമാണ് എന്നാണ്, മുഅ്മിനീങ്ങളുടെ മേലിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, ഓ വിശ്വാസികളെ, നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിനെ പറ്റി പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ജനങ്ങളുടെ മേലിലുള്ള കടമയാണ് ഹജ്ജ്. എന്നാൽ അള്ളാഹു അത്തരം കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലിയിൽ അള്ളാഹുവും അവൻ്റെ മലായികത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിൻ്റെ പ്രത്യേകത അത് വ്യതിരിക്തമാണ്, മറ്റുള്ള അമലുകളിൽ നിന്ന് വളരെ മുംതാസായ, വളരെ വ്യതിരിക്തമായ ഒരു അമൽ തന്നെയാണ് നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അനിവാര്യവുമാണ്. സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഫഅലം അന്ന സ്വലാത്ത് അലൻ നബി ഫർളുൻ അലൽ ജുംല ഗൈറു മുഹദ്ദദ് ബിവഖ്തിൻ, ഒരു സമയവുമായി നിശ്ചയിക്കപ്പെടാതെ ഫർളാണ്. ലിഅംരില്ലാഹി തആല ബിസ്വലാത്തി അലൈഹി, അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ സൂറത്തുൽ അഹ്സാബിലെ 86ാമത്തെ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണല്ലോ. വൽ അംർ അസ്ലുഹുൽ വുജൂബ് എന്നാണ് അതിൻ്റെ അസ്ല്. അംർ കൽപ്പന വന്നാൽ വുജൂബാണ്, അപ്പോൾ വാജിബായൊരു കാര്യമാണ്. എന്നാൽ അതിൽ ചില അഭിപ്രായങ്ങളുണ്ട്. എവിടെയാണ് ഈ വാജിബ്? ജീവിതത്തിൽ ഒരിക്കൽ വാജിബ് എന്ന് പറഞ്ഞവരുണ്ട്, എല്ലാ നിസ്കാരത്തിലും വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്. മഹാനായ ഷാഫിഈ ഇമാമൊക്കെ പറഞ്ഞത് എല്ലാ നിസ്കാരത്തിലും സ്വലാത്തു അലൻ നബി വാജിബാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിസ്കാരത്തിൻ്റെ അനിവാര്യമായ, അന്വേഷണീയമായ ഒരു നിർബന്ധനയാണല്ലോ. എന്താണ് ഈ സ്വലാത്തിൻ്റെ ഉദ്ദേശം? ഇമാം മുബറദ് പറയാം, അസ്ലു സ്വലാത്തി വഹിയ മിനല്ലാഹി റഹ്മ. അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അള്ളാഹുവിൽ നിന്ന് റഹ്മത്താണ്. അള്ളാഹുവും മലായികത്തും സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്തും സലാമും ചെല്ലുക എന്നാണല്ലോ ആയത്ത്. അപ്പോൾ അതിൽ ഇമാം മുബറദ് തങ്ങൾ പറയാം, അള്ളാഹു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് റഹ്മത്താണ് അള്ളാഹുവിൻ്റെ. മലായികത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ റിഖത്തുൻ വസ്തിദാഉൽ റഹ്മ മിനല്ലാഹ്, അള്ളാഹു തആലയോട് നബിതങ്ങൾക്ക് റഹ്മത്ത് ചെല്ലാൻ വേണ്ടിയുള്ള അവരുടെ ഒരു അഭ്യർത്ഥനയാണ്, ദുആയാണ്, ഇസ്തിദാ ആണ് റഹ്മത്തിന് വേണ്ടി. അതുപോലെ റിഖാ നബിതങ്ങളോടുള്ളൊരു വാത്സല്യമാണ്. മുഅ്മിനീങ്ങളോടോ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ
ഇങ്ങനെ അത് പല സീഗകളിലൂടെ നബിതങ്ങൾക്ക് പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. അസ്സലാത്തു മിനല്ലാഹി ലിമൻ ദൂന നബി റഹ്മത്തും വലിൻ നബിയ്യ തശ്രീഹും വസിയാദത്തുൻ തക്രീമ. ഇങ്ങനെ സ്വലാത്ത് അതിൻ്റെ അർത്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് സ്വലാത്തുല്ലാഹി വസനാഉഹു അലൈഹി ഇൻദൽ മലായിക വസ്വലാത്തുൽ മലായികതി അദ്ദുആ. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലായികത്തിൻ്റെ അടുക്കൽ വെച്ച് നബിതങ്ങളെക്കുറിച്ച് അള്ളാഹു താല ഇങ്ങനെ സനാഹ് പറയാം, മദ്ഹ് പറയാം, മഹത്വങ്ങൾ വാഴ്ത്തി പറയാം. ഇത് തന്നെയാണ് മലായികത്തിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ ആണ്. റസൂലുള്ളാഹിന്റെ ദറജകൾ ഉയർത്താൻ വേണ്ടി അള്ളാഹുവോട് ചോദിക്കലാണ്. ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൻ നബി. നമ്മളിപ്പോൾ നിസ്കാരത്തിലൊക്കെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന നിർബന്ധമാണല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ അസ്സലാമു അലൈക അയ്യുഹൻ നബി. അതിന് 3 വജ്ഹുകളാണ് മഹാനായ ഖാദി ഇയാദ് തങ്ങൾ വിവരിക്കുന്നത്, 3 അർത്ഥം. ഒന്ന് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം, ആ പദത്തിൻ്റെ അർത്ഥം എന്താ? രക്ഷ എന്നാണല്ലോ. അസ്സലാമു ലക വമഅക അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്കു രക്ഷ, അങ്ങയ്ക്കു സലാമത്ത് തന്നെ. സലാമത്തു ലക വമഅക അങ്ങയ്ക്കും അങ്ങയുടെ കൂടെയും എന്നർത്ഥം. അപ്പോൾ ലിദാദത്ത് എന്നൊക്കെ പറയുന്നത് പോലെയാണ് സലാം, സലാമത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷ, രക്ഷ എന്നർത്ഥം. രണ്ടാമത്തെ മാന അസ്സലാമു അലാ ഹിഫ്ളിക വഫീ റിആയതിക. സലാം അത് അങ്ങയുടെ സംരക്ഷണത്തിലും അങ്ങയെ സംരക്ഷിക്കുന്നതിലും അങ്ങയെ ഹിഫ്ളിലും റിആയത്തിലുമാണ് സലാം എന്ന് പറഞ്ഞാൽ. അസ്സലാം ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പേരാണല്ലോ സലാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ അസ്സലാം എന്നുള്ളത്. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ അസ്സലാം എന്ന് അള്ളാഹുവിൻ്റെ നാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അപ്പം അള്ളാഹു അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ അള്ളാഹു കാഫിലുൻ ബി സലാമത്തിക, അള്ളാഹു കാഫിലുൻ ബി റിആയത്തിക എന്നൊക്കെ അർത്ഥം. അള്ളാഹു അങ്ങയുടെ ഹിഫ്ളും അങ്ങയുടെ റിആയത്തും ഏറ്റെടുത്തിരിക്കുന്നവരാണ്. സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മേലിൽ സലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടെന്നാണ്. മൂന്നാമത്തെ മാന അസ്സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ മുസാലമത്തു ലഹു വൽഇൻഖിയാദ്, അങ്ങക്ക് ഞങ്ങൾ വഴിപ്പെട്ടു എന്നർത്ഥം. സല്ലമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസ്തസ്ലമ, സല്ലമ എന്നൊക്കെ പറഞ്ഞാൽ വഴിപ്പെടലിൻ്റെ അർത്ഥം ഉണ്ടല്ലോ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. സൂറത്തുൻ നിസാ 65. സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ യുസല്ലിമൂ തസ്ലീമ എന്ന് പറഞ്ഞുകൊടുത്ത കീഴ്പ്പെടലാണ്, ആ വിധേയത്വമാണ്. വസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടുള്ള കീഴ്പ്പെടലിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഏതായാലും ഈ അർത്ഥങ്ങളൊക്കെ പരസ്പര പൂരകങ്ങളാണ്, ഒന്നിനൊന്ന് വിരുദ്ധമല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ആയത്തിൽ സലാത്ത്, സലാം, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും മാനയാണ് അല്ലാമ ഖാദി ഇയാദ് തങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിച്ചത്. ഇനി സലാത്തിൻ്റെ ഹുക്മ് ഖാലൽ ഖാദി അബുൽ ഹുസൈൻ അൽ ഖസ്സാർ എന്നിവർ പറയാൻ മഷൂർ വ നസാബിന അന്ന ദാലിക വാജിബുൻ ഫിൽ ജുംല അലൽ ഇൻസാൻ വ ഫർളുൻ അലൈഹി അൻ യഅതിയ ബിഹ മറ മിൻ ദഹരി മഅൽ ഖുദ്റതി അലാ ദാലിക. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നബി തങ്ങളുടെ പേര് സലാത്ത് ചൊല്ലൽ അനിവാര്യമാണ്, വാജിബാണ്. ഖാദി അബൂബക്കർ ഇബ്നു ബുക്കൈർ തങ്ങൾ പറയും ഇഫ്തറല്ലാഹു അലാ ഖൽഖിഹി യുസല്ലു അലാ നബിയിഹി വയുസല്ലിമു തസ്ലീമ വലം യജഅൽ ദാലിക ലിവഖ്തിൻ മഅലൂമിൻ ഫൽ വാജിബു അൻ യുക്സിറൽ മർഉ മിൻഹാ വലാ യഗ്ഫുല അൻഹാ. നിശ്ചിത സമയത്ത് എന്ന് പറയപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരു മുഅ്മിനിൻ്റെ മേൽ അനിവാര്യമാണ് എല്ലായ്പ്പോഴും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക, ഇഖ്താർ ചെയ്യുക, പരമാവധി അൻ യുക്സിറൽ മർഉ മിൻഹാ വലാ യഗ്ഫുല അൻഹാ. ഒരിക്കലും അതിൽ നിന്ന് അശ്രദ്ധനാവരുത്, പരമാവധി സ്വലാത്ത് ചെല്ലണമെന്നാണ്. ഖാദി അബൂ മുഹമ്മദ് ബിൻ നസർ പറയാണ് സ്വലാത്തു അല നബി വാജിബത്തുൻ ഫിൽ ജുംല. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ചുരുക്കി പറയാണ്. ഇമാം ഷാഫിഈ തങ്ങളെക്കുറിച്ച് ഖാദി ഇയാദ് തങ്ങൾ പറയാം വഖാല അസ്ഹാബു ഷാഫിഈ, ഷാഫിഈ ഇമാമിൻ്റെ അസ്ഹാബിമാർ പറഞ്ഞു അൽ ഫർദു മിൻഹല്ലദീ അമറല്ലാഹു തആല ബിഹി വറസൂലുഹു, അല്ലാഹുവും റസൂലും കൽപ്പിച്ച ഫർദ് എന്ന് പറഞ്ഞാൽ ഹു ഫിസ് സ്വലാത്ത്, നിസ്കാരത്തിലാണ്. വഖാലു വമ്മാ ഫി ഗൈരിഹാ ഫലാ ഖിലാഫ അന്നഹാ ഗൈറു വാജിബ, നിസ്കാരത്തിൻ്റെ പുറത്തത് സുന്നത്താണ്, മന്ദൂബാണ്, മുസ്തഹബാണ്, നിസ്കാരത്തിൽ വാജിബുമാണ്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഇമാം തൊബരി, ഇമാം തൊഹാവി അങ്ങനെയുള്ള ഉലമാക്കൾ, അവരിൽ നിന്ന് ഇജ്മാ ഉദ്ധരിച്ചവർ, അങ്ങനെ ആ ചർച്ച വളരെ വിശദമായ ചർച്ചയാണ്. തശഹൂദിൽ അഥവാ തഹിയ്യാത്തിൽ നടത്തം സ്വലാത്തിൽ വാജിബുണ്ടോ ഇല്ലേ, ഇങ്ങനെ ഫിഖ്ഹിയായ മസലകളാണ്. അപ്പോൾ ഷാഫിഈ ഇമാമിന് ആണ് ഈ സ്വലാത്തിൻ്റെ വിഷയത്തിൽ വളരെ വശദ്ദ ഷാഫിഈ ഫി ദാലിക വഖാല വല്ലം യുസല്ലി അല നബിയ്യി മിൻ ബഅദി തശഹുദിൽ ആഖിരി, അവസാനത്തെ അത്തഹിയ്യാത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ഫസലാത്തുഹു ഫാസിദ, അവൻ്റെ നിസ്കാരം ഫാസിദാണ് എന്നാണ് ഷാഫിഈ ഇമാമിൻ്റെ അഭിപ്രായം എന്ന് ഖാദി ഇയാദ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ഖാദി ഇയാദ് തങ്ങളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോ ഒന്നാമത്തെ എപ്പിസോഡ്. ഖാദി ഇയാദ് ഷാഫിഈ മദ്ഹബുകാരനല്ല, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ ഷാഫിഈ ഇമാമിനെയും ഷാഫിഈൻ്റെ അസ്ഹാബുമാരെയും ഒക്കെ വളരെ ആദരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ മുൻഗണനയും പ്രാധാന്യവും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ ചർച്ചകളുണ്ട്. നാം ആ വിശദീകരിച്ച ചർച്ചകളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ഏതായാലും സ്വലാത്തുൻ അലൻ നബി, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന് അനിവാര്യം, അത് അനിവാര്യമാണ്, നിസ്കാരത്തിൽ ഫർള് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ. വഹക്കബിനുൽ ഖസ്സാർ അബ്ദുൽ വഹാബ് അന്ന മുഹമ്മദ് ബിൻ അൽ മവാസ് യറാഹ ഫരീളതൻ ഫി സ്വലാത്ത് കഖൗലി ഷാഫിഈ, ഷാഫിഈ ഇമാം പറഞ്ഞ പോലെ തന്നെ ഈ ഇമാമിങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഫരീളത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. വഹക അബൂ മുഹമ്മദ് ബിൻ അബീ സയ്യിദ് അൻ മുഹമ്മദ് ബിൻ മവാസ് അന്ന സ്വലാത്ത് അല നബി ഫരീള
ഖാല അബൂ മുഹമ്മദ് യുരീദു ലൈസ മിൻ ഫറാ നിസ്കാരത്തിൻ്റെ ഫരീളത്താണെന്ന് പറഞ്ഞാൽ റുക്നു മിൻ അർക്കാനി സ്വലാത്താണ് എന്ന് പറഞ്ഞവർ. ലാ സ്വലാത്ത ലിമൻ ലം യുസല്ലി അലയ്യ എന്നതൊക്കെ അതിന് അവർക്ക് തെളിവുമാണ്. മൻ സല്ലാ സ്വലാത്തൻ ലം യുസല്ലി ഫിഹാ അലയ്യ വഅലാ അഹ്ലി ബൈതി ലം തുഖ്ബൽ മിൻഹു എന്ന് പറയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് അതിന് അവർക്ക് തെളിവ് എന്ന് അതിന് ഇയാൾ തങ്ങൾ പറയാം. മൻ സല്ലാ സ്വലാത്തൻ ആരെങ്കിലും നിസ്കാരം നിസ്കരിച്ചാൽ ലം യുസല്ലി ഫിഹാ അലയ്യ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കരിച്ചാൽ സ്വലാത്തില്ലാത്തൊരു നിസ്കാരം വഅലാ അഹ്ലി ബൈതി ലം തുഖ്ബൽ മിൻഹു മഖ്ബൂലല്ല. അങ്ങനെ സ്വലാത്തിൻ്റെ അനിവാര്യത കാണിക്കുന്ന, അത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് പറയുന്ന അനേകം ഹദീസുകളും മഹാനായ ഖാദി ഇയ്യാദ് തങ്ങൾ വിവരിക്കുന്നുണ്ട്. അടുത്തൊരു ഫസ്ലുൻ ഫിൽ മവാത്തിനില്ലത്തി യുസ്തഹബ്ബു ഫിഹ സ്വലാത്തു വസ്സലാമു അലൻ നബി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്തു വസ്സലാം എവിടേക്കാണ് എന്ന് പറയുന്നൊരു ഫസ്ലാണ്. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ ഹദീസ് പറയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഫളാലത്ത് ബിൻ ഉബൈദ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കണ്ടു. മൂപ്പർ നിസ്കാരത്തിൽ ദുആ ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യാണ്. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അത് കേട്ടപ്പോൾ നബി തങ്ങൾ ഫഖാല നബിയു അജ്ജില ഹാദാ, ഈ മനുഷ്യൻ ധൃതി കാണിച്ചു എന്ന് പറഞ്ഞു. സുമ്മ ദഅഹു, പിന്നെ അടുക്കൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫഖാല ലഹു വലി ഗൈരിഹി, ആ മനുഷ്യനോടും മറ്റുള്ളവരോടും സഹാബത്തിനോടുമായി പറഞ്ഞു ഇദാ സല്ലല്ലാഹുക്കും ഫല്യബ്ദഅ ബിഹംദില്ലാഹി വതനാഇ അലൈഹി സുമ്മ യുസല്ലി അലൻ നബി സുമ്മ യദഉ ബഅദു ബിമാ ഷാ. ദുആന്റെ മര്യാദ പറയാം. ദുആർക്കാണെങ്കിൽ ആദ്യം അല്ലാഹുവിന് ഹംദ്, പിന്നെ നബിതങ്ങൾ അള്ളാഹുവിൻ്റെ ഹംദും സനാവും, അത് കഴിഞ്ഞ് നബിതങ്ങളുടെ പേര് സ്വലാത്ത്, അത് കഴിഞ്ഞാവണം നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. ദുആന്റെ മര്യാദ ഏതാ? നേരെ നമ്മളങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആവശ്യം പറയല്ല. ആദ്യം അതിനൊരു തുടക്കം വേണം, ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ദുആന്റെ ഒരു ആരംഭം അള്ളാഹുവിനെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആക്കുന്ന ശൈലി അതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞ് അള്ളാഹുക്ക് ഹംദും സനാവും പറഞ്ഞ്, അത് പല സീഗകളിൽ. അത് കഴിഞ്ഞ് റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്തു സലാമും പറഞ്ഞ്, സമയമുണ്ടെങ്കിൽ പിന്നെ അഹ്ലുബൈത്തിൻ്റെ പേരിലും ആലസാബിൻ്റെ പേരിലും അതുപോലെയുള്ള മുൻഗാമികളുടെ പേരിലൊക്കെ ഉള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയാം. അതൊരു തരം തവസ്സുലാണ്. അള്ളാഹുവോട് ഇവരുടെയൊക്കെ ഹക്ക് വെച്ചിട്ടുള്ള ഒരു തവസ്സുൽ ഇസ്തിഷ്ഫാ അതിലുണ്ട്. അപ്പോൾ അതാണ് ദുആന്റെ മര്യാദ. ഒരുപാട് ഹദീസുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല ദുആ, ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ദുആ വസ്സലാത്തു മുഅല്ലഖും ബൈന സമാഇ വൽ അർദി ഫലാ യസ്അദു ഇലല്ലാഹി മിന്നു ഷൈഉൻ ഹത്താ യുസല്ലാ അലൻ നബി. ദുആയാവട്ടെ, സ്വലാത്താവട്ടെ, നമ്മുടെ പ്രാർത്ഥനയാവട്ടെ, നിസ്കാരമാവട്ടെ, ആകാശഭൂമികൾക്കിടയിൽ അതിങ്ങനെ മുഅല്ലഖായിട്ട് സസ്പെൻഡായി കിടക്കുക ചെയ്യുക. അതങ്ങോട്ട് ഫലാ യസ്അദു ഇലല്ലാഹി മിന്നു ഷൈ, അള്ളാഹുവിലേക്കൊന്നും ഉയരില്ല, പൊങ്ങില്ല. ഹത്താ യുസല്ലാ അലൻ നബി, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്നത് വരെ അത് മേലോട്ട് ഉയരില്ല. അപ്പോൾ നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ ഇബാദത്തുകൾക്ക്, ദുആകൾക്കൊക്കെ അള്ളാഹുവിലേക്ക് അത് ഉയരാനുള്ള കെൽപ്പ്, അതിന് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ, അർഹത ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അതിന് അനിവാര്യമാണ്. അതല്ലെങ്കിൽ മേലോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാവില്ല. വാൻ അലിയിൻ അനിൻ നബി വിമാനാഹു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതേ അർത്ഥത്തിലുള്ള ഹദീസുകൾ റിപ്പോർട്ടുണ്ട്. വാൻ അലിയിൻ വാല ആലി മുഹമ്മദ് ഒന്നുണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ. അപ്പോൾ അന്ന ദുആ മഹജൂബൻ ഹത്താ യുസല്ലി അദ്ദാഇ അലൻ നബി, ദുആ മഹജൂബാണ്. മഹജൂബ് എന്ന് പറഞ്ഞാൽ അത് തടയപ്പെട്ടതാണ്. അത് തടയപ്പെട്ടതാണ്. ദുആ അള്ളാഹുവിലേക്ക് ഉയരൂല എന്നർത്ഥം. ഹത്താ യുസല്ലി അദ്ദാഇ അലൻ നബി, ദുആ എടുക്കുന്ന ആൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് വരെ ദുആ മഹജൂബാണ്, മേലോട്ട് പൊങ്ങൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനം, നിങ്ങൾ അള്ളാഹുവോട് എന്തെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ മര്യാദ, അതിൻ്റെ ശൈലി എന്താ? അവൻ വിജയിക്കാനെന്ന് പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണം അത് ഏറ്റവും ബദ്ധമാക്കി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വേണ്ടപ്പെട്ടത് ഈ ശൈലിയാണ്. അപ്പോൾ നമ്മുടെ ദുആന്റെ മര്യാദ എന്താ? ഹംദ് സനാ അലല്ലാ, അള്ളാഹ്ക്ക് ഹംദും സനാവും പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, കഴിയുമെങ്കിൽ ഇവിടെ താലസാബിൻ്റെ പേരിലൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ പറയാൻ. ഇതാണ് ദുആന്റെ മര്യാദ എന്ന് പറയാൻ. അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇജഅലുനി ഫി അവ്വലി ദുആഇ വഔസതിഹി വആഖിരിഹി, മറ്റൊരു ഹദീസിൽ കാണാം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ദുആക്കുന്ന മര്യാദ എങ്ങനെയെന്നറിയോ? ഇജഅലുനി ഫി അവ്വലി ദുആഇ വഔസതിഹി വആഖിരി, ദുആന്റെ തുടക്കത്തിലും വേണം നബി തങ്ങൾ അഥവാ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ദുആന്റെ ഇടയിലും ഔസത്തിലും കാണാം, അതുപോലെ അവസാനത്തിലും വേണം. അപ്പോൾ ദുആന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദുആക്ക് ഇജാബത്തിന് കൂടുതൽ കാരണമാണ്. ഇജാബത്തിന് കൂടുതൽ അതിന് ആ ദുആയെ അത് അർഹമാക്കും എന്നാണ് പറയുന്നത്. ലിദ്ദുആഇ അർകാനും വഅജ്നിഹത്തും വഅസ്ബാബും വഔഖാത്തുൻ, മഹാനായ ഇബ്നു അത്താഹ് തങ്ങൾ പറയാ, പ്രാർത്ഥനയ്ക്ക് ചില റുക്നുകളുണ്ട്, നിബന്ധനകളുണ്ട്, അതിന് ചിറകുകളുണ്ട്, അതിന് കാരണങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, അതൊക്കെ ഒക്കണം എന്ന് പറയാം. ആ അജ്നിഹത്ത് ഉണ്ടെങ്കിൽ അത് ആകാശത്തിലൂടെ പറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. വൈൻ വാഫഖ അജ്നിഹതഹു താറഫി സമാഇ വൈൻ വാഫഖ മവാഖീതഹു ഫാസ, അതിന് സമയം നോക്കണം. വൈൻ വാഫഖ അസ്ബാബഹു അൻജഹ, അതൊക്കെ വിജയിക്കാനുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. ഫർഖാന ഹുദൂറുൽ ഖൽബ് വറിഖ വൽ ഇസ്തിഖാന, ദുആന്റെ അർക്കാനാണ്, അതിന് അനിവാര്യമായ നിബന്ധനകളാണ് കൽബിൻ്റെ ഹൃദയ സാന്നിധ്യം, അതുപോലെ മനസ്സ് അങ്ങേയറ്റം താണ് കേണ് പറയാം.
ഖുശൂ ഉണ്ടാവുക, തഅല്ലുഖുൽ ഖൽബി ബില്ലാഹ്, ഹൃദയം അള്ളാഹുവുമായി തഅല്ലുഖാവുക, ഖതുഉഹു മിനൽ അസ്ബാബ് വഅജ്നിഹതുഹു വസ്സിദ്ഖ് വമവാഖിതുൽ അസ്ഹാർ വഅസ്ബാബുഹു സ്വലാത്തു അലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആന്റെ വിജയ കാരണം, അതിൻ്റെ ഇസ്തിജാബത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിലുള്ള സ്വലാത്ത്. വബിൽ ഹദീസി അദ്ദുആ ബൈന സ്വലാത്തൈനി ലാ യുറദ്ദു, ഹദീസ് പറയാണ് രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന അത് തള്ളപ്പെടൂല, അത് ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം ദുആ. കുല്ലു ദുആഇൻ മഹ്ജൂബൻ ദൂന സമാഇ വഇദാ ജാഅത്തിസ് സ്വലാത്തു അലയ്യ സുഇദ ദുആ. വെറുതെ ഒന്നുമല്ല, നമ്മുടെ മഹാന്മാരുടെയൊക്കെ പ്രാർത്ഥനാ സദസ്സുകൾ, വഅദിൻ്റെ മജ്ലിസുകളിലൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് നമ്മൾ കേൾക്കും. ദുആൻ്റെ മുന്നേ ആയി, ദുആൻ്റെ ഇടക്ക്, ദുആ കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഈ പുത്തൻവാദികളോ പുത്തനാശയക്കാരോ ഇതിനെയൊക്കെ പഴഞ്ചനായി കാണുന്ന ആളുകളോ ഒക്കെ ഇതിൻ്റെ ഗൗരവം, അതല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് അല്ലാമ ഖാദി ഇയാൽ തങ്ങളുടെ കിതാബ് ഷിഫായിൽ വിശദീകരിക്കുന്നത്. നമ്മുടെ ഒരു ദുആക്കിടയിൽ ധാരാളമായിട്ട് സ്വലാത്ത്, തുടക്കത്തിലും ഇടയിലും അവസാനവും എത്ര കണ്ട് സ്വലാത്ത് നമ്മുടെ ഈ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുവോ അത്രയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥപൂർണ്ണമാകും, അത് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാൻ അർഹവുമാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആയിൽ റവാഹു അൻഹു അവർ മഹാന്മാർ ഉദ്ധരിക്കുക, ഫഖാല ഫി ആഖിരി വസ്തജിബ് ദുആഇ സുമ്മ തബ്ദഉ ബിസ്സലാത്തി അല നബി ഫനഖുലു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുസല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വനബിയ്യിക വറസൂലിക അഫ്ളല മാ സല്ലൈത അലാ അഹദിൻ മിൻ ഖൽഖിക അജ്മഈൻ ആമീൻ. അദ്ദേഹത്തിൻ്റെ ദുആൻ്റെ രീതിയാണ്. അങ്ങനെ സ്വലാത്ത്, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട മവാത്തിൻ, അതിൻ്റെ മവാദിയ പറഞ്ഞു. ഒന്ന് നിസ്കാരത്തിലും നിസ്കാര ശേഷമുള്ള ദുആയിലുമൊക്കെ. അതുപോലെ തന്നെ ഇൻദ ദിക്രിഹി വ ഇൻദ സമാഇ ഇസ്മിഹി, സ്വലാത്ത് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു സമയമാണ് റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും. ഔ കിതാബി അത് എഴുതുമ്പോഴും, അതാൻ ബാങ്ക് കൊടുക്കുമ്പോഴും, ബാങ്കിലും ഇഖാമത്തിലും ഒക്കെ റസൂലുള്ളാഹിയുടെ പേരുണ്ടല്ലോ, അപ്പോഴൊക്കെ ചൊല്ലുക. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമഹു ഫറജുലിൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. വളരെ വിശദമായ ഹദീസാണ്. നബി തങ്ങൾ തന്നെ പറയാണ്, ഒരാളിൻ്റെ മുഖം മൂക്ക് കുത്തട്ടെ എന്ന് പറഞ്ഞാൽ, അവൻ പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബേജാറാണല്ലോ. ദുകിറതു ഇൻദഹു, ആ വ്യക്തിയുടെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടു. ഫലം യുസല്ലി അലൈഹി, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പരാജയത്തിലാണ്. വലയ്യാദു ബില്ലാഹ്. റസൂലുള്ളാഹിയുടെ പേര് കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുകയോ കേൾക്കുകയോ ചെയ്താൽ സ്വലാത്ത് ചൊല്ലണം. വദക്കറ ഇബ്നു ഹബീബ് ദിക്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദബ്ഹ്, അഥവാ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകരിഹ സഹനുൻ സ്വലാത്ത് അലൈഹി ഇൻദ തഅജ്ജുബ ഖാല ലാ യുസല്ലി അലൈഹി ഇല്ലാ അലാ തരീഖിൽ ഇസ്തിദാവ. അതിൻ്റെ വിശദാംശങ്ങൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട അവസരങ്ങൾ പറയാം. ഇമാം നസായി ഔസ് ബിൻ ഔസ് നബി അല്ലമ സ്വലാത്ത് അലൈഹി യൗമുൽ ജുമുഅ, സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു മവാത്തിനുൽ സ്വലാത്ത്, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മറ്റൊരു സമയമാണ് വെള്ളിയാഴ്ച. അത് രാവും പകലും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫി യൗമിൽ ജുമുഅത്തി വലൈലിഹ, അതാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മജ്ലിസുകൾ, പള്ളികളിലാവട്ടെ വീടുകളിലാവട്ടെ. അതുപോലെ ജുമാക്ക് നമ്മൾ പോകുമ്പോൾ സൂറത്തുൽ കഹ്ഫ് ധാരാളമായിട്ട് 3 തവണ ഓതുക. അതുപോലെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച രാവും പകലും നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് ഔസ് ബിൻ ഔസ് എന്ന മഹാനിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം നസായി സിഹാവ് സിത്തയിൽപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ. വമി മവാത്തിനി സ്വലാത്തി വസ്സലാമി, അതുപോലെ തന്നെ സ്വലാത്ത് സലാം ചൊല്ലേണ്ട അവസരമാണ് പള്ളിക്ക് കയറുമ്പോൾ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറയേണ്ടത് നമ്മൾ, അതിൻ്റെ കൂടെ സ്വലാത്ത് ചൊല്ലുക. പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്നാണ് പറയേണ്ടത്. അബൂ ഇസ്ഹാഖ് ഇബ്നു ശഅബാൻ പറയാവ എംബഗലി മൻ ദഖലൽ മസ്ജിദ അൻ യുസല്ലി അല നബി, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അലാ ആലിഹി വയതറഹമു അലൈഹി വയുബാരികു അലൈഹി വഅലാ ആലിഹി വയുസല്ലിമ തസ്ലീമ വയഖൂലു اللهم اغفر لي ذنوبي وافتح لي ابواب رحمتك واذا خرج فعل مثل ذلك وجعل موضع رحمتك فضلك. അല്ലാ പള്ളിയിലേക്ക് കയറുമ്പോഴും നമ്മൾ സ്വലാത്ത് സലാം ചൊല്ലുക. അമർ ബിൻ ദീനാർ തങ്ങൾ പറയാം, ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും എന്ന സൂറത്തുൻ നൂറിലെ 61-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാം, വീട്ടിൽ ആരും ഇല്ല നോക്കുക. നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ പുറക്കാരൊന്നുമില്ല, പുറക്കാരുണ്ടെങ്കിൽ നമ്മൾ പുറക്കാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാം. വീട്ടിൽ കാലിയാണ്, വീട്ടിൽ ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് നമ്മൾ ചാവിയും കൊണ്ടാണ് കയറുകയാണ്. അപ്പോഴും നമ്മൾ ചൊല്ലണം ഇല്ലം യകും ഫിൽ ബൈത്തി അഹദുൻ, ആരുമില്ലെങ്കിൽ ഫഖുൽ, അപ്പോൾ നീ പറയുക സഹോദര, അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലാ അഹ്ലിൽ ബൈത്തി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെയൊക്കെ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൽ മുറാദു ബിൽ ബുയൂത്തി ഹുനാൽ മസാജിദാണ് ഇവിടെ ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അല്ല വീടുകളിലേക്ക് പോയാലും അങ്ങനെ തന്നെ എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വീടുകളിലേക്കാണെങ്കിൽ പള്ളികളിലേക്കാണെങ്കിൽ ഏതായാലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അങ്ങനെ സ്വലാത്ത് സലാമിൻ്റെ പല വചനങ്ങൾ, പല സീഗകൾ പറയാം. അതുപോലെ തന്നെ സ്വലാത്തും സലാമും ചെല്ലേണ്ട മറ്റൊരു ഘട്ടമാണ് മവാത്തിനി സ്വലാത്തി അലൈഹി എന്ന സ്വലാത്തു അലൽ ജനായിസ്. ജനാസ സംസ്കാരത്തിൽ 4 തക്ബീർ ഉൾക്കൊള്ളുന്ന ജനാസ സംസ്കാരത്തിലുണ്ടല്ലോ. ഒന്നാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീർ സ്വലാത്താണല്ലോ, സ്വലാത്ത് ഇബ്രാഹിമിയ. വദുഖറാൻ നബി ഹുമാമത്ത് അന്നഹാമിന സുന്ന വമവാത്തിനി സ്വലാത്തി അല്ല, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ട മറ്റൊരു ഘട്ടമാണ്, സന്ദർഭമാണ് അസ്സലാത്തു അലൻ നബി വാലിഹി ഫിർ റസായിൽ വമാ യുക്തബു ബഅദൽ ബസ്മല. അതായത് കത്തിടപാടുകളൊക്കെ നമുക്കിപ്പോഴും
ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഹംദും സ്വലാത്തും കാണാൻ കഴിയും. കത്ത് ഔദ്യോഗികമായി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും, ഗവൺമെൻറ്റുകളുമായി, സർക്കാരുകളുമായി, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഴുത്തുകൾ, സർക്കുലർ എഴുതുന്നതിനൊക്കെ ഏറ്റവും തുടക്കത്തിൽ ബിസ്മിയും ഹംദും സ്വലാത്തും. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുക റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്തും ഹംദും സ്വലാത്തും, അള്ളാഹുവിൻ്റെ നാമം ബിസ്മി, അത് കഴിഞ്ഞ് ഹംദും സ്വലാത്തും റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള സലാത്തും ചൊല്ലിയിട്ടാണ്. മഹാനായ ഖാദി ഇയ്യാദ് തങ്ങൾ അതേക്കുറിച്ച് പറയാണ്, വമാ യുക്തബ ബഅദൽ ബസ്മല വലം യകുൻ ഹാദാ ഫിൽ വിലായത്തി അബീ ഹാഷിം ഫളാ ബി അമറുൻ നാസ് ഫി ഇഖ്താരിൽ അർദ് വമിൻഹും മൻ യഖ്തുമു ബിഹി അൽ കുതുബ. അതുപോലെ ഗ്രന്ഥങ്ങളുടെ അവസാനം, ഗ്രന്ഥങ്ങൾ കിതാബുകളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ അതിന് അവസാനം സലാത്തിൽ അവസാനിപ്പിക്കുക. വഖാല മൻ സല്ല അലയ്യ ഫി കിതാബിൻ മൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മൻ സല്ല അലയ്യ ഫി കിതാബിൻ ലം തസൽ മലായികതു തസ്തഗ്ഫിറു ലഹു മാദാമസ്മി ഫി ദാലിക്കൽ കിതാബ്. ഒരു ഗ്രന്ഥത്തിൽ, ഒരു എഴുത്തിൽ, ഒരു കത്തിൽ, ഒരു ഇടപാടിൽ, കത്തിടപാടിൽ, ഒരു കറസ്പോണ്ടൻസിൽ, അല്ലെങ്കിൽ ഒരു കിതാബിൽ, ഗ്രന്ഥത്തിൽ, എവിടെയാണെങ്കിലും ഒരു സ്വലാത്ത് എഴുതി വെക്കുകയാണെങ്കിലോ മച്ചന്ത ആ എഴുത്തിലുള്ള കാലത്തോളം മലായികത്ത് ആ ആളിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും റസൂലുള്ളാഹിൻ്റെ പേരുള്ള കാലത്തോളം. അതുകൊണ്ടാണ് മഹാന്മാർ അവരുടെ ഇത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ റസൂലുള്ളാഹിൻ്റെ സ്വലാത്ത് അതിന് ആദ്യവും അവസാനമൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു മവാത്തിനാണ് നിസ്കാരത്തിലെ തഹയ്യാത്ത്. അതുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കഴിഞ്ഞു. അതുകൊണ്ട് ചുരുക്കി പറയാം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട ഒരുപാട് ഘട്ടങ്ങൾ, സന്ദർഭങ്ങൾ മഹാന്മാർ പറയാം. ഇനി റസൂലുള്ളാഹിൻ്റെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫസ്ലാണ്. ഫസ്ലുൻ ഫി കൈഫിയത്തി സ്വലാത്തി അലൈഹി അലൈഹി. ഒരുപാട് ശൈലികളുണ്ട്, ഒരുപാട് സിഗകളുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക്. അങ്ങനെ നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ, നമുക്ക് പരിചിതമായ ഒരുപാട് സ്വലാത്തുകളുണ്ടല്ലോ. ആ സിഗകളെല്ലാം ഈ മഹാനായ ഖാദി ഇയ്യാദ് ഒരുപാട് സിഗകൾ പറയുന്നുണ്ട്. സ്വലാത്ത് ഇബ്രാഹിമിയ, അതുപോലെ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള സ്വലാത്ത്, ഇതൊക്കെ അബൂ സഈദുൽ ഖുദരി തങ്ങളുടെ റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക എന്ന ഒരു ശൈലി. അതുപോലെ ഉഖബത്ത് ബിൻ അംർ എന്നവരുടെ ഹദീസിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയ്യിൽ ഉമ്മി വ അലാ ആലി മുഹമ്മദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മൻ സറഹു യുക്താല ബിൽ മിക്യാലിൽ ലൗഫ. സ്വലാത്തിലെ ഏറ്റവും നല്ല അളവ് മാത്രം കൊണ്ട് അളക്കപ്പെടാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. പൂർണ്ണമായൊരു സ്വലാത്തിൻ്റെ സീഗയായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുക, ഇദാ സല്ലല്ലാ അലൈനാ അഹ്ലുൽ ബൈത്ത് വൽഖുൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വദുർരിയ്യതിഹി വഅഹ്ലി ബൈത്തിഹി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സയ്യിദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു അൽ അൻസാരിയായ സയ്യിദ് ബിൻ ഖാരിജ തങ്ങളുടെ നിവേദനത്തിൽ അദ്ദേഹം പറയാൻ, നബി തങ്ങളോട് തന്നെ ഞാൻ ചോദിച്ചു, സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ നസല്ലി അലൈക, ഞങ്ങൾ എങ്ങനെയാണ് നബി അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു തന്നു, സല്ലൂ വജ്തഹിദു ഫി ദുആഇ സുമ്മ ഖൂലു അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അങ്ങനെ സ്വലാത്തിൻ്റെ അനേകം ശൈലികൾ, ഒരുപാട് റിവായത്തുകളിലൂടെ അനേകം സീഗകളുണ്ട്. എല്ലാം കൂടെ നമ്മൾ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. സ്വലാത്തിൻ്റെ അനിവാര്യതകളും അതിൻ്റെ ഫളായിലും പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതിൽപ്പെട്ട ചിലത് മാത്രം ഉദ്ധരിക്കുന്നു. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്തിൻ വഹത്താൻ അശറ ഖതിയാത്തിൻ വറഫഅ ലഹു അശറ ദറജാത്ത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി തങ്ങൾ പറയാണ്, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് എൻ്റെ പേരിൽ ആരെങ്കിലും ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അവന് 10 ഹസനാത്തുകൾ, 10 ദറജാത്തുകൾ അള്ളാഹു തആല 10 കൂലിയൊക്കെ കൊടുക്കുന്നൊക്കെ അതിൻ്റെ മാന. അശറ സ്വലവാതി, അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലും, അവൻ്റെ 10 ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, അവന് 10 ദറജകൾ അള്ളാഹു ഉയർത്തും. അതിലപ്പുറം പിന്നെ എന്തു വേണം ഒരു മുഅ്മിനായ മനുഷ്യന്? മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, എന്ന ജിബ്രീൽ ആദാനി ഫഖാല മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ വറഫഅഹു അശറ ദറജാത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബി തങ്ങളെ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ആ വ്യക്തിക്കുമേൽ 10 സ്വലാത്ത് ചൊല്ലും, 10 ദറജകൾ, 10 സ്ഥാനങ്ങൾ, പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, ലഖീതു ജിബ്രീൽ ഫഖാല ലി ഇന്നി ഉബശ്ശിറുക അന്നല്ലാഹു തആല യഖൂലു മൻ സല്ലമ അലൈക സല്ലംതു അലൈഹി മൻ സല്ലല്ലാ അലൈക സല്ലൈതു അലൈഹി. നബി തങ്ങൾ പറഞ്ഞതായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാണ്, ജിബ്രീലിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ജിബ്രീൽ എന്നോട് പറഞ്ഞു, അങ്ങയെ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു, അള്ളാഹു തആല പറയാണ്, അങ്ങയുടെ മേൽ സലാം ആരെങ്കിലും ചൊല്ലിയാൽ ഞാൻ അവൻ്റെ മേൽ സലാം ചൊല്ലും, അങ്ങയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഞാനും അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. മൻ സല്ലല്ലാഹു അല്ലാഹു വൻ ഖാല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വൻസിൽഹുൽ മൻസിലൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ വജബത ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് അവന് നിർബന്ധമാകും. വേറൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, മൗലന്നാസ് ബി യൗമൽ ഖിയാമ അക്തർഹും അലയ്യ സ്വലാ,
ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക എൻ്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവനാണ്. മൻ സല്ലല്ലാഹു അലൈഹി ഫീ കിതാബിൻ ലം തസൽ മലായികതു തസ്തഗ്ഫിറു ലഹു മാ ബഖിയ യസ്മി ഫീ ദാലിക്കൽ കിതാബ്. ഒരാൾ അവൻ്റെ ഏതെങ്കിലും ഒരു എഴുത്തിൽ, കത്തിൽ, ഇടപാടിൽ അല്ലെങ്കിൽ എഴുത്തിൽ സ്വലാത്ത് എഴുതി വെച്ച, സ്വലാത്ത് പറഞ്ഞാൽ അതിനുള്ള കൂലി അപ്പോൾ പറഞ്ഞ്, സ്വലാത്ത് എഴുതി വെച്ചാൽ ആ എഴുത്തിലുള്ള കാലത്തോളം അവൻ്റെ മേൽ മലായികത്ത് ഇസ്തിഗ്ഫാർ ചെയ്യും. وعن عامر بن ربيعة سمعت النبي صلى الله عليه وسلم يقول من صلى عليه صلاة صلت عليه الملائكة ما صلى علي فليقلل من ذلك عبد أو ليكثر എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ മലായികത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരടിമക്ക് എൻ്റെ പേരിൽ സ്വലാത്ത് എത്രയാണോ ചെയ്യാൻ കഴിയാച്ച അത്രത്തോളം ചൊല്ലിക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലത്ത് അലൈഹിൽ മലായിക. അതുപോലെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുക, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ റബഉൽ ലൈൽ ഖാമ ഫഖാല യാ അയ്യുഹൻ നാസ് ഉദ്കുറുല്ലാഹ ജാഅത്തിർ റാജിഫ തത്ബഉഹ റാദിഫ ജാഅൽ മൗതു ബിമാ ഫീ ഫഖാല ഉബയ്യ് ഇബ്നു കഅബ് യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക. ഒരു ഹദീസ് പറയാണ്, വിശുദ്ധമായ മഷ്ഹൂറായ ഹദീസാണല്ലോ. ഉബയ്യ് ഇബ്നു കഅബ് റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ പ്രമുഖൻ. അദ്ദേഹം പറയാം, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എത്ര കണ്ടാ സ്വലാത്ത് ചെല്ലേണ്ടത്? വക മജഅലു ലക മിൻ സ്വലാത്തി, അഥവാ ഞാൻ എത്ര കണ്ടാണ് എൻ്റെ ദുആയിൽ നിന്ന് എത്ര ഭാഗമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനകളുണ്ടല്ലോ, പല വിഷയങ്ങളും ദുആ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ സ്വലാത്ത് ഞാൻ എത്ര കണ്ടാണ് ഈ പ്രാർത്ഥനകളിൽ സ്വലാത്തിന് ഞാൻ കൊടുക്കേണ്ട വിഹിതം എത്രയാണ്, എത്ര കണ്ടാ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോൾ ഫഖാല മാ ശിഅത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുക, മാ ശിഅത, ഇങ്ങൾക്ക് എത്ര പറ്റുക അത്ര ചൊല്ലിക്കോളൂ, നിങ്ങൾ ഉദ്ദേശിച്ചത്ര. ഖാല റുബ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാം, എൻ്റെ ദുആന് മൊത്തം പ്രാർത്ഥനകളിലെ 4/1 ഞാൻ സ്വലാത്ത് ചൊല്ലലാക്കിയാലോ? ഖാല, നബി തങ്ങൾ പറയാം, മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത്ര. വൈൻ സിദ്ത വഹുവ ഖൈർ, 4/1 പറഞ്ഞ് കൂട്ടാൻ കഴിഞ്ഞാൽ അത് മെച്ചാണ്, കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അതും ഖൈറാണ്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, വസുലുസ്ന 3/1, 4/1 കൂടുതലാണല്ലോ, 3/1 ആക്കിയാലോ? ഖാല മാ ശിഅത ഫൈൻ സിദ്ത ഫഹുവ ഖൈർ, നിങ്ങൾ ഉദ്ദേശിച്ചത്ര കൂട്ടാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. ഖാല അന്നിസ്ഫു, എന്നാൽ പകുതിയാക്കിയാലോ? അപ്പോൾ ആദ്യം 4/1 കൂട്ടാൻ കഴിഞ്ഞാൽ ഖൈറാണെന്ന് പറഞ്ഞു റസൂലുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ 3/1 കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെ ഖൈറാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പകുതി. അപ്പോൾ പറഞ്ഞു, എന്നാൽ കൂട്ടാൻ മാഷിത്ത ഇൻസിത്ത ഹുവ ഖൈർ, പകുതി എന്ന് പറഞ്ഞപ്പോൾ പറയാം, കൂട്ടാൻ കഴിഞ്ഞാൽ ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അതും ഖൈർ തന്നെയാണ്. ഖാല സുലുസൈൻ, 3/2. ഖാല മാഷിത്ത ഇൻസിത്ത ഹുവ ഖൈർ, 3/2 എന്ന് പറഞ്ഞപ്പോൾ പറയാം, കൂട്ടാൻ കഴിഞ്ഞാൽ ഇനിയും ഖൈർ തന്നെ. ഖാല യാ റസൂലല്ലാഹ് ഫജഅൽ സ്വലാത്തി കുല്ലഹാ ലക. ഖാല ഇദൻ തുഖ്ഫാ വയുഗ്ഫർ ദംബുക്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാം, ഉലൂലെ, എന്നാൽ നബി തങ്ങളെ, ഞാൻ മുഴുവനും ഫുൾ സലാത്താക്കുക, എൻ്റെ ദുആ മുഴുവനും സലാത്താക്കുകയാണ്, അങ്ങയുടെ പേര് സലാത്ത് തന്നെ ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ 100% ദുആ സലാത്താക്കുക എന്ന് പറഞ്ഞപ്പോൾ ഖാല ഇദൻ തുഖ്ഫാ വയുഗ്ഫർ ദംബുക്, എന്നാൽ പിന്നെ അത് മതി നിങ്ങൾക്ക്, നിങ്ങൾ പിന്നെ അള്ളാഹിനോടൊന്നും ചോദിക്കേണ്ടി വരില്ല എന്നർത്ഥം. സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ മതി. നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ബാക്കി അള്ളാഹുവോട് ചോദിക്കുകയാണല്ലോ, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ആ സ്വലാത്ത് തന്നെ മുഴുവനും ചൊല്ലുകയാണെങ്കിൽ ഇദൻ തുഖ്ഫാ, അത് മതിയാക്കപ്പെടും. വയുഗ്ഫർ ദംബുക്, നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. وعن نبي طلحة دخلت على النبي صلى الله عليه وسلم فرأيت من بشره وطلاقته ما لم أره قط فسألته فقال وما يمنعني وقد خرج جبريل آنفا فآتي وقد خرج جبريل آنفا فآتاني ببشارة من ربي عز وجل إن الله تعالى بعثني إليك أبشرك أنه ليس أحد من أمتك يصلي عليك إلا صلى الله عليه وملائكته به عشرا. അബൂ തൽഹത്ത് അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുക, ഒരിക്കൽ ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ നബി തങ്ങൾ എന്തൊരു സന്തോഷത്തിലാണ്, ഭയങ്കര പ്രസരിപ്പ്. അങ്ങനെ ഒരു സന്തോഷം പ്രസരിപ്പും ഞാൻ അടുത്തൊന്നും തീരെ കണ്ടിട്ടില്ല. ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രസരിപ്പിലും സന്തോഷത്തിലും മുഖപ്രസാദത്തിലും നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ തങ്ങളെ, വലിയ സന്തോഷമാണല്ലോ, വലിയ റാഹത്തുണ്ടല്ലോ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയാണ്, എങ്ങനെ എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കവമാ യംനഉനി, എന്താ എനിക്ക് തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇത്രയും സന്തുഷ്ടനാവാൻ, സന്തോഷപ്പെടാൻ എങ്ങനെ എനിക്ക്, അതിനെന്താ ഒരു തടസ്സം ഉണ്ടാവുക? കാരണം എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കുന്ന അർത്ഥം. കാരണം എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ജിബ്രീൽ വന്നത്. എന്താ സന്തോഷ വാർത്ത? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ എന്നെ അറിയിച്ചു പോയ സന്തോഷ വാർത്ത എന്താണെന്നറിയോ? അള്ളാഹു തആല ബഅസനി ഇലൈക, അങ്ങിലേക്ക് എന്നെ അള്ളാഹു പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് പറയാ, ഉബശ്ശിറുക നബി, അങ്ങക്ക് ഞാൻ സന്തോഷ വാർത്ത നൽകുന്നു, അന്നഹു ലൈസ അഹദും മിൻ ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും അങ്ങയുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹി വമലായികതുഹു ബിഹാ അശ്റാ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവും അവൻ്റെ മലായികത്തും 10 സ്വലാത്ത് ആ വ്യക്തിക്ക് കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ 10 സ്വലാത്ത് ചൊല്ലിയിരിക്കും എന്ന സന്തോഷ വാർത്ത അങ്ങയോട് പറയാൻ വേണ്ടി അള്ളാഹുവിനെ പറഞ്ഞു വിട്ടതാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞാൽ പോയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് എനിക്ക് സന്തോഷവും എനിക്ക് ആഹ്ലാദവും ഉണ്ടാവാതിരിക്കുക എന്നാണ്
മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഅൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് قال قال النبي صلى الله عليه وسلم من قال حين يسمع النداء اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته حلت له شفاعتي يوم القيامة. ബാങ്കിന് ശേഷമുള്ള ദുആയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുക, ആ ദുആ ആരെങ്കിലും നിർവഹിച്ചാൽ അത് റസൂലുള്ളാഹിക്ക് വേണ്ടി വസീലത്തിനും ഫളീലത്തിനും മഖാമും മഹ്മൂദിനും വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയാണല്ലോ. ആ ദുആ നിർവഹിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ തൻ്റെ ഷഫാഅത്തിന് അദ്ദേഹം പാത്രമായിരിക്കും എന്ന്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ സ്വലാത്തുമായി ബന്ധപ്പെട്ടത്. ഇനി സ്വലാത്ത് ചൊല്ലാത്തവനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഹദീസുകളും എമ്പാടുണ്ട്. റഹിമ അൻഫു റജുലിൻ ദുഖിറ ഇൻദഹു ഫലം യുസല്ലി അലയ്യ വറഹിമ അൻഫു റജുലിൻ ദഖല റമളാൻ ثم انصرف قبل ان يغفر له ورحم أنف رجل أدرك عنده أبواه الكبر فلم يدخله الجنة. റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ്റെ നാശമാണ് ഹദീസിൽ. അതുപോലെ അൽ ബഖീൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് ഒരു ഹദീസിൽ. അൽ ബഖീലു മൻ ദുഖിറതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീലാണ്, ലുബ്ധനാണ്. അതുപോലെ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്മേൽ കയറി നിന്നു. അപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. സുമ്മ സഈദ ഫഖാല ആമീൻ, സുമ്മ സഈദ ഫഖാല ആമീൻ. ഇത് നമ്മൾ ധാരാളമായി കേട്ടുവരുന്ന ഹദീസാണല്ലോ. ആ ഹദീസാണ് പറയുന്നത്. 3 വട്ടം റസൂലുള്ള മിമ്പറിൽ ഇങ്ങനെ കയറി വന്നപ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നബി തങ്ങളെ നിങ്ങളിങ്ങനെ ആമീൻ പറഞ്ഞത്? ഫഖാല ഇന്ന ജിബ്രീൽ ആതാനി, ജിബ്രീൽ വന്നുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഫഖാല എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മൻ സുമ്മീത ബൈന യദൈഹി വലം യുസല്ലി അലൈക, ഒരു വ്യക്തി അങ്ങയുടെ പേര് ആ വ്യക്തിയുടെ സമീപം പറയപ്പെട്ടു എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ഫമാത വദഖലൻ നാറ വബഅദഹുല്ലാഹ്, അവൻ്റെ വലിയ നാശമാണ്. ആമീൻ, നബി ഞങ്ങൾ ആമീൻ എന്ന് പറയൂ. ഫഖുൽതു ആമീൻ, അതിനാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റമദാൻ വന്നു. റമദാനിൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടില്ല. റമദാൻ അത് അർഹിക്കുന്ന ആദരവോടെ ഹുർമത്തോടെ അവൻ പാലിച്ചില്ല, റമദാനെ വരവേറ്റില്ല, റമദാനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അവൻ്റെ കാര്യവും കഷ്ടമാണ്. അതാണ് ആമീൻ. 3-ാമത്തെ കാര്യം, മാതാപിതാക്കളിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ 2 പേരും, മാതാപിതാക്കളിൽ നിന്ന് 2 പേരുമോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ വാർദ്ധക്യകാലത്ത് ഒരാൾക്ക് കിട്ടി എന്നിട്ട് അവർക്ക് ഗുണം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് ഗുണം ചെയ്തില്ല, അങ്ങനെ മരിച്ചുപോയ ആളും പരാജയത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വലാത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്ന ഹദീസാണ്. ഒരുപാട് ഹദീസുകൾ. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അൽ ബഖീറു അല്ലദീ ദുഖിറതു ഇൻദഹു വലം യുസല്ലി അലയ്യ, ഇതാണ് ഉഖ്തി ബിഹി തരീഖൽ ജന്ന, സ്വർഗ്ഗത്തിൻ്റെ വഴി അവന് നഷ്ടപ്പെട്ടു പോകുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ. ഇന്നൽ ബഖീല കുല്ലൽ ബഖീലി, വെറും പിശുക്ക് എന്ന് പറഞ്ഞാൽ മൻ ദുഖിറതു ഇൻദഹു വലം യുസല്ലി അലയ്യ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അയ്യുമാ ഖൗമിൻ ജലസൂ മജ്ലിസാ തുമ്മ തഫറഖൂ ഖബ്ല അൻ യദ്കുറുല്ലാഹ വയുസല്ലൂ അലൻ നബിയ്യി കാനത് അലൈഹിം മിനല്ലാഹി തിറ ഇൻഷാ അഅദബഹും വഇൻഷാ ഗഫറ ലഹും. ഏതെങ്കിലും ഒരു കൂട്ടർ ഒരിടത്ത് ഒരുമിച്ച് കൂടി, ഒരു സദസ്സ് ഒരുമിച്ച് കൂടി മജ്ലിസ് ഉണ്ടാക്കി, എന്നിട്ട് അവർ പിരിഞ്ഞുപോയി. അവരുടെ എന്തൊക്കെയോ ചർച്ചകളോ സംസാരങ്ങളൊക്കെ നടന്നുപോയി, അല്ലെങ്കിൽ സദ്യ അല്ലെങ്കിൽ സൽക്കാരം എന്തോ ആവട്ടെ, എന്നിട്ട് അവരത് കഴിഞ്ഞ് പിരിഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ ദിക്റും അതുപോലെ സ്വലാത്തും ഇല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമാണ്, മഹാനാശമാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കുക, വേണമെങ്കിൽ അള്ളാഹു താലാക്ക് പുറത്തു കൊടുക്കുക. ഏതായാലും അതിൽ ഈ രണ്ട് ഓപ്ഷനോടുണ്ട്. പക്ഷേ കാര്യം വളരെ അപകടമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ വിശിഷ്യ സുന്നത്ത് ജമാഅത്തിൻ്റെ ആ വഴികളിൽ, ആ താവഴിയിലും പാരമ്പര്യത്തിലും പിന്തുടരുന്ന ആളുകളൊക്കെ വീട്ടിൽ എന്ത് സന്തോഷ മുഹൂർത്തമാണെങ്കിൽ പോലും, കല്യാണമാവട്ടെ, സൽക്കാരമാവട്ടെ, അല്ലെങ്കിൽ മരണമായോ ജനനമായോ വീട്ടുകൂടും എന്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഒരു ദുആ വെക്കുമല്ലോ, ഒരു പ്രാർത്ഥന. അതിൽ അള്ളാഹിൻ്റെ ദിക്റുണ്ടാവും. ആ ദുആ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ, ഹംദും സ്വലാത്തും ഒക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അള്ളാഹ്ക്കുള്ള ദിക്ർ അതിലുണ്ട്, അതുപോലെ തസ്ബീഹ് ഉണ്ട്, തക്ബീർ ഉണ്ട്, അതുപോലെ ദുആ ഉണ്ട്, സ്വലാത്തു അലൻ നബി ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മജ്ലിസ് പിന്നെ റാഹത്താവുകയാണ്. അതൊന്നും ഇല്ലാതെ നമ്മൾ കൂടുന്നു, ചർച്ച ചെയ്യുന്നു, അത് ടീ പാർട്ടി ആവട്ടെ, സൽക്കാരമാവട്ടെ, എന്താവട്ടെ, അതിൽ അള്ളാഹിൻ്റെ ദിക്റും റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്തും ഇല്ലെങ്കിൽ ആ സദസ്സ് വലിയ നഷ്ടഹേതുവാണ് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് മഹാന്മാർ നമ്മുടെ വീട്ടുകളിൽ, നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള തർത്തീബ് ഉണ്ടാക്കിയതെന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മൻ ലസിയ സ്വലാത്ത അലൈഹി നസിയ തരീഖൽ ജന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബിതങ്ങൾ പറയാണ്, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നാൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറക്കും. വൽഇയാദു ബില്ലാഹ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ നമുക്ക് എളുപ്പാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കട്ടെ. ആമീൻ. വഅൻ ഖതാദ റളിയല്ലാഹു അൻഹു മിനൽ ജഫാഇൻ ഉദ്കറ ഇൻദ റജുലി ഫലാ യുസല്ല അലൈഹി, എന്നോടുള്ള പിണക്കമാണ് ഒരു വ്യക്തി എൻ്റെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ. റസൂലുള്ളാഹിനോട് ആർക്കെങ്കിലും പിണങ്ങാനാവുമോ? പിണങ്ങിയവരുടെ കാര്യം എന്താ? അപ്പോൾ സ്വലാത്ത് ചൊല്ലണം. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു മാ ജലസ ഖൗമുൻ മജ്ലിസാ ثم تفرقوا ولا غير صلاة على النبي إلا تفرقوا ولا ثنين على أنتن من ريح الجيفة എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് പറഞ്ഞത്. സ്വലാത്ത് ചൊല്ലാതെ സദസ്സ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ ശവം നാറുന്നത് പോലെയുള്ള നാറ്റമാണ് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഗുരുതരമായ
ഒരു പദപ്രയോഗമാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇങ്ങനെ ഒട്ടനേകം ഹദീസുകൾ ലാ യജ്ലിസു ഖൗമുൻ മജ്ലിസ ലാ യുസല്ലൂന ഫീഹി അലൻ നബി ഇല്ലാ കാന അലൈഹിം ഹസ്റ വഇൻ ദഖലുൽ ജന്നത ലിമാ യറൗന മിനസ് സവാബ്. ഒരു സദസ്സ് കൂടിയിട്ട് ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിനിടയിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതവർക്ക് വലിയ നഷ്ടഹേതു, വലിയ പരാജയകാരനായിരിക്കും. അവർ സ്വർഗത്ത് പോയാൽ പോലും അവർ ആ സ്വലാത്ത് ചൊല്ലിയവർക്കുള്ള പ്രതിഫലം കാണുമ്പോൾ അവർക്കതിന് നഷ്ടബോധം തോന്നും. ഇങ്ങനെ അനേകം ഹദീസുകൾ കാണുകയാണ്. മഹാനായ തിർമുദി ഇമാം റഹിമഹുല്ല പറയാണ്, ചില മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അൻബാദ് അഹ്ലുൽ ഇൽം ഖാൽ ഇദാ സല്ല റജുലു അലൻ നബിയ്യ മറത്തൻ ഫിൽ മജ്ലിസി അജ്സാനു മാ കാന ഫീ ദാലിക്കൽ മജ്ലിസ്. ഒരു സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ആ സദസ്സിൽ വെച്ച് നബി തങ്ങളുടെ പേരിൽ ഒരിക്കലെങ്കിലും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. ഇങ്ങനെ സ്വലാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒട്ടനേകം ഹദീസുകളുണ്ട്. നാം സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ആ ചർച്ച ചുരുക്കുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിൻ്റെ അവസാനം, എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സിയാറത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ സിയാറത്ത്, നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസൽമാൻ്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യങ്ങളിലൊന്നാണ്. മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തങ്ങൾ പറയാ, എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് പറഞ്ഞ ശഫാഅത്ത് കിട്ടുമെന്ന സന്തോഷ വാർത്ത. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാറനി ഫിൽ മദീനത്തി മുഹ്തസിബ. ആരെങ്കിലും മദീനയിൽ വന്ന് എന്നെ സന്ദർശിച്ചാൽ, റസൂലുള്ള ഹയാത്തുള്ള കാലത്ത് തന്നെ പറഞ്ഞു വെച്ച് പോയതാണ് ഇതൊക്കെ. അവിടുത്തെ വഫാത്ത് ശേഷവും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള പ്രോത്സാഹനം പറയാണ്. എന്നെ മദീനയിൽ വന്നുകൊണ്ട് എന്നെ ആരെങ്കിലും സന്ദർശിച്ചാൽ, മൻ സാറനി, എന്നെ സന്ദർശിച്ചാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സന്ദർശിക്കൽ തന്നെയാണത്. മുഹ്തസിബ, പടച്ചവൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സന്ദർശിച്ചാൽ, കാനഫി ജിവാരി, അവൻ എൻ്റെ സഹവാസത്തിലാവും, എൻ്റെ അടുക്കലാകും, സ്വർഗത്തിൽ നടത്തും. വങ്ങുൻതു ലഹു ഷഫീഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ അവന് ശുപാർശകനുമാകും, ഷഫീഉമാകും. വേറൊരു ഹദീസിൽ കാണാം, മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി ഫി ഹയാതി. എൻ്റെ മരണശേഷം എന്നെ ഒരാൾ വന്ന് സിയാറത്ത് ചെയ്താൽ അവൻ എൻ്റെ ഹയാത്ത് കാലത്ത് സിയാറത്ത് ചെയ്ത പോലെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക. മഹാന്മാർ പറയാണ്, ഇമാം ഖാദി അയ്യാൽ തങ്ങൾ പറയാ കിതാബ് ഷിഫായിൽ, വകരിഹ മാലിക്കുൻ യുഖാല സുർനാ ഖബറൻ നബി. മാലിക് ഇമാമിന് വെറുപ്പായിരുന്നു സുർനാ ഖബറൻ നബി, നബി തങ്ങളുടെ ഖബർ സിയാറത്ത് എന്ന് പറയാറില്ലായിരുന്നു മാലിക് ഇമാം. മാലിക് ഇമാമിൻ്റെതൊക്കെ പ്രത്യേക ഒരു ശൈലിയാണല്ലോ. റസൂലുള്ളാഹിന്റെ ഖബർ ഞങ്ങൾ സിയാറത്ത്, അത് എന്തിനാ അങ്ങനെ പറയുന്നത് അദ്ദേഹം മാലിക് ഇമാം ചോദിക്കുന്നത്. സുർനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ സിയാറത്ത് ചെയ്തു തന്നെ പറഞ്ഞൂടെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു അന്യത അല്ലെങ്കിൽ ഒരു അകൽച്ചുള്ളതുപോലെ മഹാനുഭവ. റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് പറയേണ്ട ആവശ്യമല്ല, സുർനൻ നബിയ, റസൂലുള്ളാഹിനെ തന്നെ സിയാറത്ത് ചെയ്തു എന്നുള്ള പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സിയാറത്ത് ചെയ്യൽ തന്നെയാണ്. അതാണ് ഈ പറയുന്നത്. മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി ഫി ഹയാതി, എന്ന ഹയാത്ത് കാലത്ത് സന്ദർശിക്കുന്നത് പോലെയാണ്. അപ്പോൾ മാലിക് ഇമാം സുർനാ ഖബറൻ നബി എന്ന് പറയില്ല, സുർനൻ നബി എന്നേ പറയുള്ളൂ. അതിന് കുറേ വിശദീകരണങ്ങളും പറയുന്നുണ്ട്. ഏതായാലും സിയാറത്തുൽ ഖബർ ഷരീഫ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിന് ഒരുപാട് മര്യാദകൾ ഖാദിയാൽ പറയുന്നുണ്ട്. പള്ളിയിൽ ചെന്നാൽ, മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചിലർ ചോദിക്കുന്നുണ്ട് മഹാനോറുകളോട്, അതുപോലെ പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കുന്നത് ഖാദിയാൽ തങ്ങൾ പറയുന്നുണ്ട്. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ റൗള ഷരീഫ്, ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമുഖമായിട്ട് ദ്വാരക്കുന്നത് തെറ്റുണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതോ നമ്മൾ ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് ദ്വാരക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ ഇസ്തിഖ്ബാൽ ചെയ്തുകൊണ്ട് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനവർകൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? എന്തിനാണ് അതിൽ പ്രയാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർക്ക് നേർ നിന്നു തന്നെ, മുസ്തഖ്ബിലൻ അൽ ഖബർ ഷരീഫ് എന്നർത്ഥം, ഖബർ ഷരീഫിലേക്ക് മുന്നിട്ടു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സിയാറത്ത് ചെയ്ത്, അവിടുത്തെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നിട്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ദുആകളും ചെയ്യാം. അതിന് തെറ്റില്ലാതെ അള്ളാഹുവോട് ദുആ ചെയ്യുന്നതിന് ആ അദബിന് തെറ്റില്ല. അപ്പോൾ ഖബർ ഷരീഫിലേക്ക് മുന്നിട്ടു എന്നതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള അദബുകളും ഇല്ലെന്ന് മാത്രമല്ല, അതിലാണ് അദബ്, അതാണ് അതിൻ്റെ ബഹുമാനം എന്നാണ് മഹാനവറുകൾ പറയാം. മഹാനവറുകൾ മറുപടി പറയുന്നത് ഒരു കിതാബ് ഷിഫായിലെ പല ഭാഗങ്ങളിലും ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നബി തങ്ങളെ മുന്നിട്ട് കൊണ്ട് തന്നെ ചെയ്യുന്നതിനും അവിടെ ആ സിയാറത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നതിനും ഒന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് അത് അഭിലഷണീയമാണ്, അത് ഭൂഷണമാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഖാദിയാൽ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, കാലവാദവും റഅയ്തു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഞാൻ കണ്ടു അതാ ഖബറൻ നബി, റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വന്നു, ഫവഖഫ ഫറഫഅ യദൈഹി ഹത്താ ദനൻതു അന്നഹു ഇഫ്തതഹ അസ്സലാ ഫസല്ലമ അല നബി ثم انصرف. قال مالك في روايه ابن وهب
ഇദാ സല്ലമ അല നബി വദഅ യഖിഫു വവജ്ഹുഹു ഇലൽ ഖബർ ലാ ഇലൽ ഖിബ്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദുആകളിലെ റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖബറിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം. വവജ്ഹുഹു ഇലൽ ഖബർ ലാ ഇലൽ ഖിബ്ല വയദ്നു വയസല്ലിം. അങ്ങനെ ആ കാര്യം തുടർന്നു പോവുകയാണ്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലും അതുപോലെ അവിടുത്തെ പരിശുദ്ധ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യലുമൊക്കെ ഒരു മുഅ്മിനിൻ്റെ സൗഭാഗ്യങ്ങളിലും വിജയഹേതുകങ്ങളിലും ഒന്നാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഖസീദത്തു അല്ലഫൽ അലിഫ് എന്ന ഖസീദയിൽ പറയുന്നുണ്ടല്ലോ, സുർലരിഹൽ മുസ്തഫ വസിദി ഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാല സാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുർലരിഹൽ മുസ്തഫ വസിദി ഖാമതൻ ബിഹി, മുസ്തഫായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലറിഹ് അവിടുത്തെ ഖബർ ഷരീഫിൽ നിന്ന് സിയാറത്ത് ചെയ്യുക. വസിദി ഖാമതൻ ബിഹി, അവിടെ നിരന്തരമായി ദീർഘമായി ഇവിടെ താമസിക്കുക. പറഞ്ഞ് മിന്നിപ്പൂരല്ല, വസിദ് ഇഖാമത്തൻ ബിഹി സാധ്യമായാൽ. എന്നാൽ സുർ തഹാമീം സാവിയൻ അൻ ഖൽബിക സിൽസാല സാൽ, ഹൃദയങ്ങൾക്കുള്ള എല്ലാ ഇളക്കങ്ങളും നിന്നുപോകും. ഹൃദയങ്ങളുടെ ഇളക്കമൊക്കെ മാറി ഈമാൻ ഉറക്കുന്നർത്ഥം. ദുന്യവിയും ഉഖ്റവിയുമായ വിജയഹേതുകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അധികരിപ്പിക്കലും അവിടുത്തെ പരിശുദ്ധ ഖബർ ഷരീഫിൽ അല്ലെങ്കിൽ അവിടത്തോടുള്ള സിയാറത്തും എന്നർത്ഥം. ഈ ഒരു ചർച്ചയോടുകൂടി നമ്മുടെ ഈ 30ാമത്തെ എപ്പിസോഡ് അഥവാ നമ്മുടെ ഈ പഠന പരമ്പര പരിസമാപ്തി എത്തുകയാണ്. ഖാദി അയ്യാദ് തങ്ങളുടെ കിതാബ് ഷിഫായിൽ ഇനിയും ചില വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളൊക്കെ കിതാബിലുണ്ട്. പക്ഷേ നമ്മൾ ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രത്യേകമായും അദ്ദേഹം പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മോശമാക്കി പറയുന്നവർ, അവരെ വിമർശിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, അവരുടെ ഹുക്കുമന്ത്, ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഭരണകൂടം, ഭരണാധികാരികൾ, ഉത്തരവാദപ്പെട്ടവർ, ആ വ്യക്തിയെ എങ്ങനെയാണ് ആ വ്യക്തിക്കെതിരെയുള്ള ആക്ഷൻ എടുക്കേണ്ടത്, നിയമപരമായി എന്തൊക്കെ നടപടികളാണ്, ഹുദൂദുകളാണ് ആ വ്യക്തിക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അത് അത്തരം വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകാൻ നമ്മൾ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഈ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും ഖബർ ഷരീഫിൻ്റെ സിയാറത്തും പറഞ്ഞുള്ള ചർച്ചയിൽ ഈ 30ാമത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പഠന പരമ്പര ഖാദി അയ്യാദ് റഹിമഹുല്ലാ മഹാനവറുകളുടെ നിസ്തുലമായ ഗ്രന്ഥമാണ്. ലോക ചരിത്രത്തിൽ തന്നെയുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രദ്ധേയമായ നിസ്തുലമായ ഒരു സ്ഥാനമാണ് ഖാദി അയ്യാദ് തങ്ങളുടെ കിതാബ് ഷിഫാക്ക് പണ്ഡിത ലോകം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അദ്ദേഹം അതിന് പ്രത്യേകമായൊരു രചനാശൈലി സ്വീകരിച്ചു, പ്രത്യേകമായൊരു വിഷയവും തിരഞ്ഞെടുത്തു. ആ കിതാബ് ഷിഫായുടെ പേര് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ കിതാബ് ഷിഫ ബി തഅരീഫി ഹുഖൂഖി സയ്യിദുൽ മുസ്തഫ എന്ന, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവായ സയ്യിദുന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുഖൂഖുകൾ, അവിടുത്തെ അവകാശങ്ങൾ, അവിടത്തോട് നമ്മൾ ചെയ്തു വീട്ടേണ്ട നമ്മുടെ കടപ്പാടുകൾ, അതിനെക്കുറിച്ച് അത് നമുക്ക് പരിചയപ്പെടുത്തുന്ന, നമ്മെ തെര്യപ്പെടുത്തുന്ന, നമ്മെ ബോധവാന്മാരാക്കുന്ന ഒരു കൃതി എന്ന രീതിയിലാണ് കിതാബ് ഷിഫ മഹാനവറുകൾ രചിച്ചത് തന്നെ. ഈ ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മൾ. കിതാബ് ഷിഫ അതർഹിക്കുന്ന സമഗ്രതയിലും അതിൻ്റെ ആ ആശയ വൈപുല്യത്തിലും അതിനെ കൈകാര്യം ചെയ്യാനെങ്കിൽ അങ്ങനെ തന്നെ അത്രയും സമഗ്രതയോടുകൂടി അതിനെ സമീപിക്കാൻ നമ്മുടെ ഈ ഹ്രസ്വമായ പഠന യത്നത്തിന് സാധിച്ചിട്ടില്ല എന്നറിയാം. നമ്മുടെ ഒരു ശ്രമം മാത്രമാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളീമായ അവിടുത്തെ ഖദർ മക്കാനത്ത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഇമാം ഖാദി അയ്യാദ് തങ്ങളുടെ വിരൽത്തുമ്പുകളിൽ പിടിച്ചുകൊണ്ടുള്ള യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ മഹാസാഗരത്തിൻ്റെ, ആ വലിയ സമുദ്രത്തിൻ്റെ തീരത്തൂടെയുള്ള ഒരു ചെറിയ അന്വേഷണ ആയിരുന്നു നമ്മൾ ഈ 30 എപ്പിസോഡുകളിലൂടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഈ പഠന സംരംഭം, ഈ വിജ്ഞാന വിരുന്ന് ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFുമാണ്. അവരുടെ ഈ സംരംഭം അള്ളാഹു ഒരു വലിയ സുഹൃതമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സംരംഭത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ, അരങ്ങത്ത് പ്രവർത്തിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഏതെല്ലാം അർത്ഥത്തിലുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹുവെ നീ നൽകണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, അവിടത്തോടുള്ള മഅരിഫത്ത്, അതുപോലെ അവിടത്തോടുള്ള ആ മഅയ്യത്ത് ഒക്കെ ഞങ്ങൾക്ക് ഇതിലൂടെ നീ ഞങ്ങൾക്ക് കനിവായി നിൻ്റെ അനുഗ്രഹമായി നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മഹാനായ ഗ്രന്ഥകാരൻ അല്ലാമ ഖാദി അയ്യാദ് തങ്ങൾ അൽ ഖാദി അബുൽ ഫളൽ അയ്യാദ് അൽ യഹ്സുബി എന്ന മഹാനവറുകൾ, അദ്ദേഹം ഏതാണ്ട് 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 900-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയൊരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സുഹൃതം അത് കാലാന്ത്യം വരെ നിലനിൽക്കുന്നൊരു വലിയ കൃതിയാണ്. ഈ കൃതി ഒരു മഹാസുഹൃതമാണ്.
അള്ളാഹു അർഹമായ പ്രതിഫലം മഹാനവകൾക്ക് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം, അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം അള്ളാഹുവെ നീ കബൂലാക്ക് റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി സ്വീകരിക്കണം റഹ്മാനെ. അവർക്കൊപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, അവിടുത്തെ അസ്ഹാബിമാരുടെ കൂടെ, അഹ്ലു ബൈത്തിന്റെ കൂടെ, മഹാന്മാർക്കൊപ്പമുള്ള പാരത്രികമായ ലോകത്തുള്ള വിജയം ഞങ്ങൾക്കൊക്കെയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വശുക്രൻ ലക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.